ഈശോയിൽ പ്രിയമുള്ളവരെ, ഈശോ ശകാരിക്കാറുണ്ടോ? ബൈബിളിൽ വളരെ വിരളമായിട്ടാണ് നമ്മളത് കാണുന്നത്. എങ്കിലും ഈശോ ശകാരിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ദേവാലയത്തിൽ അവൻ ചാട്ടവാറൊക്കെ എടുത്ത് അടിക്കുന്നതൊക്കെ കാണാം. ചില പരുഷമായ വാക്കുകളിൽ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുന്നതും അതുപോലെ വിശ്വാസമില്ലേ എന്ന് ഈ തലമുറയോടൊക്കെ ഗൗരവമായി ചോദിക്കുന്ന ഈശോയെ കാണാം. എന്നാൽ ഈശോ ഗൗരവമായി കോപത്തോടെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം, മാർക്കോസിന്റെ സുവിശേഷം 14:37 ശിമയോനെ, നീ ഉറങ്ങി വിശ്രമിക്കുകയാണോ? പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വേദന പങ്കെടുക്കാതെ ശിമയോനും കൂട്ടരും ഉറങ്ങി വിശ്രമിക്കുകയാണ്. അതൊരു ശകാരത്തിൻ്റെ വാക്കാണ്. ശിമയോനെ, നീ ഉറങ്ങി വിശ്രമിക്കുകയാണ്. ഇന്ന് നമ്മളും പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും കൂദാശ സ്വീകരണത്തിലൊക്കെ പലപ്പോഴും നമ്മൾ ഈ അലംഭാവം കാണിക്കുമ്പോൾ ഈശോ നമ്മളോട് ശകാരിക്കുന്നുണ്ട്. നമ്മുടെ വ്യക്തിപരമായ പേര് ചോദിച്ചുകൊണ്ട് നീ ഉറങ്ങി വിശ്രമിക്കുകയാണ്. അതൊരു ശകാരത്തിൻ്റെ വാക്കാണ്. അതോടൊപ്പം തന്നെ അതൊരു പരിഭവം പറച്ചിലാണ്. അതൊരു കുറ്റപ്പെടുത്തുന്ന വാക്കാണ്. അതിലൊരു ശകാരമുണ്ട്, അതിലൊരു വേദനയുടെ ഒരു പരിഭവമുണ്ട്, അതുപോലെ തന്നെ കുറ്റപ്പെടുത്തലാണ്. എന്തുകൊണ്ടാണ് ഈശോ അവരെ കുറ്റപ്പെടുത്തുന്നത്? കാരണം ശിമിയോൻ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 26:35 പറഞ്ഞു, ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. അപ്പോൾ ദൈവത്തിന് വേണ്ടി ഉണർന്നിരിക്കുവാൻ കഴിയുന്ന ഒരു നല്ലൊരു മനസ്സ് ഈ പത്രോസിനുണ്ട്. പക്ഷേ അവൻ്റെ ശരീരം ദുർബലമായിരുന്നു. ഈശോടൊപ്പം ഉണർന്നിരിക്കുവാൻ കഴിയാതെ ഉറങ്ങിപ്പോകുന്ന ആ പത്രോസിന് ചേർന്ന പേരല്ല പാറ എന്ന്. പത്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം പാറ എന്നാണ്. പക്ഷേ ഞാങ്ങണ പോലെ ആടുന്നൊരു സ്വഭാവമുള്ള ഒരു ബലഹീനത അവൻ്റെ കൂടെയുണ്ട്. അതായത് ആത്മാവിൻ്റെ ബലത്തെ ദുർബലമായ ശരീരം കീഴ്പ്പെടുത്തുമെന്ന് ഈ സംഭവം ഓർപ്പെടുത്തുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മുടെ ശരീരം സമ്മതിക്കുന്നില്ല. ശരീരത്തിന് ക്ഷീണം, ശരീരത്തിൻ്റെ ബലഹീനതകൾ, ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ, ആസക്തികൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തെ കൂടി നിയന്ത്രിക്കുവാനുള്ള ബലം നമുക്ക് വേണം. അതുകൊണ്ട് ഈശോ പറയുകയാണ്, പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. അതാണ് അതിൻ്റെ ഉത്തരം. ഈ പരീക്ഷ നമ്മളിൽ പരാജയപ്പെടാതിരിക്കുവാൻ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങൾ ഈ ആരാധനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ശിമയോനോട് നീ ഉറങ്ങി വിശ്രമിക്കുകയാണോ എന്ന് ചോദിച്ച ചോദ്യം ഇന്ന് ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് ഈശോ. ഞങ്ങളുടെ ശരീരം ബലഹീനമാണ്, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് കുറവുകളേറെയാണ്. കർത്താവെ, ഞങ്ങളുടെ ബലഹീനതകളിലേക്ക് നിൻ്റെ ദൈവശക്തി അയച്ചുകൊണ്ട് ആത്മാവിൻ്റെ ബലത്തിൽ ജീവിക്കുവാൻ കൃപ നൽകണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. മാറാത്തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു പെന്തക്കോസ്താ. വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു പെന്തക്കോസ്താ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ.